ഈഫൽ ടവറിൻ്റെ അപ്പർ പാർട്ടിൽ, അതായത് സെക്കൻഡ് ഫ്ലോറിൽ, ഈ കാണുന്നത് സ്കൾപ്ചറാണ്. ഈഫലും സയൻറ്റിസ്റ്റും കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൾപ്ചറാണ് ഈ കാണുന്നത്. ഈ സ്കൾപ്ചർ ഇരിക്കുന്ന റൂമിന് ചുറ്റിലും നടന്നാൽ നമുക്ക് പാരീസിൻ്റെ 360 ഡിഗ്രി വ്യൂ കാണാം. അവിടെ സെയിൻ റിവർ, പിന്നെ ചർച്ചസ്, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, നെപ്പോളിയനെ അടക്കിയിരിക്കുന്ന പള്ളി തുടങ്ങി ആ പാരീസിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ കാണാനായിട്ട് പറ്റും. ടവറിന് മുകളിലേക്ക് കയറി വരുന്ന 2 വീഡിയോ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കാണാനുള്ളത് എന്തെല്ലാമാണെന്ന് ഒന്നുകൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ വീണ്ടും ഇടുന്നത്. വളരെ ഉയരത്തിൽ നിന്ന് കാണുന്നത് കാരണം ഈ കെട്ടിടങ്ങളും എല്ലാം ഒന്നിച്ച് കൂന കൂടിയിരിക്കുന്നത് പോലെ തോന്നും. പക്ഷേ അതിൻ്റെ ആ പ്ലാനിങ് ഇതെല്ലാം ആക്കി കൺസ്ട്രക്റ്റ് ചെയ്ത് എടുത്തതിൻ്റെ ആ പ്ലാനിങ് നല്ല ഭംഗിയുള്ളതാണെന്ന് നമുക്ക് ആ ഡിസൈനിൽ നിന്ന് തോന്നും. എല്ലാം കാണുമ്പോൾ ഒരു ഡിസൈനിലാണെന്ന് തോന്നുന്നില്ലേ, ഡിസൈൻ ചെയ്തതുപോലെ. അപ്പോൾ അത് തോന്നും. പാശ്ചാത്യ രാജ്യങ്ങളിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, അവിടെ വളരെ പണ്ടേ ഉള്ള നഗരമാണെങ്കിലും നഗരവൽക്കരണം എങ്ങനെ ചെയ്യണമെന്ന് ഒരു പ്ലാനിങ് ഉണ്ട്. ഒരു വ്യക്തമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ചെയ്യുന്നതെന്ന് തോന്നും. അതാണ് എല്ലാം ഒരു മുകളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു ഡിസൈൻ ചെയ്ത് പോലെയുള്ള ഒരു രീതി അത് കാണാനായിട്ട് പറ്റും. പ്രോപ്പർ പ്ലാനിങ്ങിലൂടെയും ആത്മാർത്ഥതയിലൂടെയും മനുഷ്യൻ പ്രവർത്തിച്ചാൽ നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാമെന്ന് മനസ്സിലായി. ഈ കാണുന്നത് ഒരു റിവറാണ്, സെയിൻ റിവർ. ഈ റിവറിൻ്റെ അപ്പുറത്തെല്ലാം കാണുന്നത് പല പല പ്രധാനപ്പെട്ട ഓഫീസുകളും മറ്റുമാണ്.